എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ കട്ടിങ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ സെയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചവർക്കൊക്കെ ഞാൻ കട്ടിങ്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കട്ടിങ്സ് ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ബൊഗെയ്ൻവില്ല പ്ലാന്റ്സിൻ്റെ 10 മണി ചെടിയുടെ കട്ടിങ്സാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ എൻ്റെ ബോൾസൻ ചെടിയൊക്കെ കുറേ എണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ മാറ്റി നടാനൊക്കെ ആയിട്ടുണ്ട്. ഹൈബ്രിഡ് ഇനത്തിലുണ്ട്. അതിന് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ കുറേ ഉണ്ട്. അപ്പോൾ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കുകയാണ് ഓരോ പൂക്കളും. അപ്പോൾ എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരു പിങ്കും ഉണ്ട്, റെഡ് കളറും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലീഫിൽ വ്യത്യാസമുള്ളതുണ്ട്. അങ്ങനെ ഇന്ന് കുറച്ച് പൂക്കളെ കാണിക്കാണ് കേട്ടോ. എൻ്റെ വിങ്കാറോസ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക ശവനാറി, അല്ലെങ്കിൽ നമ്മുടെ ഉഷമലരി, അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് പേരുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് നോക്കുന്നത് കേട്ടോ. വിങ്കാറോസ് നമുക്കറിയാം, അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ അതിൽ തന്നെ വിത്ത് ഉണ്ടാകും. വിത്തിട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 10 മണി ചെടി പിന്നെ നമുക്ക് പറയണ്ട, ചെറിയൊരു കട്ടിങ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 10 മണി ചെടീൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ ബൊഗെയ്ൻവില്ല പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുമാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ബൊഗെയ്ൻവില്ല പ്ലാന്റ്സ് നമ്മൾ എന്തായാലും പ്രൂണിങ് ചെയ്യല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വർഷത്തിലൊരു 4 പ്രാവശ്യം, 2 പ്രാവശ്യം സോഫ്റ്റ് പ്രൂണിങ്, 2 പ്രാവശ്യം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യും. അപ്പോൾ എന്തായാലും കട്ടിങ്സ് കിട്ടും. അപ്പോൾ സെയിൽ എന്തായാലും അടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചവർക്കൊക്കെ കട്ടിങ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് വെട്ടി കൊടുക്കും അല്ലേ. വെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ വെട്ടിയ ചെറിയ തുമ്പുണ്ടെങ്കിൽ അത് കുത്തി വെക്കും കേട്ടോ. ചിലത് പിടിക്കും, ചിലത് പിടിക്കൂല. എങ്കിലും നമുക്ക് പിടിച്ച് കിട്ടിയാലോ.